നമ്മൾ ഗോവക്കാരുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്നാക്ക് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം തന്നെ 2 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ഏലക്കായ ചേർത്ത് പൊടിച്ചതും, കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോഴിമുട്ട, കൂടെ തന്നെ കുറച്ച് തേങ്ങാപ്പാല് അതല്ലെങ്കിൽ പശുമ്പാല് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് ഒരു ഫോർക്കിന്റെ പിൻഭാഗത്ത് വെച്ചിട്ട് കണ്ടോ ഈ രീതിയിൽ ഒന്ന് അമർത്തി ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ എല്ലാ മാവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. എണ്ണയ്ക്ക് ഒത്തിരി ചൂട് വേണ്ട കേട്ടോ. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ വശവും നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺരാജ ഡെയിലിയുടെ ലോ GI ഷുഗർ ആണ് കേട്ടോ. സെയിം ഷുഗർ സ്മാർട്ട് എനർജി ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. ഇതിന് നമ്മുടെ സാധാരണ പഞ്ചസാര പോലെ തന്നെ മധുരം ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ഷുഗർ ആണ്. അപ്പൊ വറുത്ത് വെച്ചിരിക്കുന്ന കൽക്കൽസ് ഒക്കെ ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളാം. മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ.